നമസ്കാരം. എല്ലാവർക്കും ദേശ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഒരു കാർട്ടൂണും അതുപോലെ തന്നെ ഏകാംഗിയുമാണ്. ഏകാംഗിയുടെ പേരാണ് ഗ്യാൻമാർഗ്. അതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കിനൊരു കാർട്ടൂൺ കാണാം. പോൽ ഗുൽഗൈ. രഹസ്യം വെളിയിലായി. യേ പത്ര മുझे कौन पढ़कर सुनाएगा? ഈ കത്ത് ആരാണ് എനിക്ക് വായിച്ചു കേൾപ്പിക്കുക? ഷായത് വഹ് ആദ്മി മേരി മദദ് കർ സകേഗ. ഒരു പക്ഷേ ആ വരുന്ന മനുഷ്യൻ എന്നെ സഹായിക്കുമായിരിക്കും. മാഫ് കർണ യാർ, മുझे പഠന നഹീം ആത്ത. എന്നോട് ക്ഷമിക്കണം സുഹൃത്തെ, എനിക്ക് വായിക്കാൻ അറിയില്ല. തുമ്നെ സർ പർ പക്കടി ജോ ബാന്തി ഹേ, സോച്ചാ കി തും വിദ്വാൻ ഹോ. നീ തലയിൽ തലപ്പാവ് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു നീ വിദ്വാനായിരിക്കുമെന്ന്. യേ പകടി തും രഖ് ലോ ഓർ ഖുദ് പഠോ. ഈ തലപ്പാവ് നീ തന്നെ വെച്ചോ, എന്നിട്ട് നീ തന്നെ വായിച്ചോ. ഏകാംഗി എന്ന് വെച്ചാൽ ഏക് അംഗ് കാ നാടക്. ഒരു അംഗം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഭാഗം മാത്രം. അതായത് നമ്മൾ നാടകങ്ങൾ പാർട്ടായിട്ട് കാണാം. ഈ നാടകത്തിന് ഒരു പാർട്ട് ഉണ്ടാവുള്ളൂ. ഏകാംഗി എന്ന് വെച്ചാൽ ഒരു പാർട്ട് മാത്രമുള്ള നാടകത്തിനെയാണ് നമ്മൾ ഏകാംഗി എന്ന് പറയാം. ഗ്യാൻമാർഗ്, അതാണ് ഏകാംഗിയുടെ പേര്. ഈ ഏകാംഗി എഴുതിയിരിക്കുന്നത് അക്സർ വസാഹത്ത്. तीन राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ നിന്ന്, ഗുരുവിൻ്റെ അവിടെ നിന്ന് എല്ലാ പഠനവും പൂർത്തിയാക്കിയിട്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഈ 3 പേരും പോകുന്നത് നല്ല ഘോര വനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്. രാജ്കുമാർ ഏക്, രാജകുമാരൻ ഒന്നാമത്തെ. हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. ഒന്നാമത്തെ രാജകുമാരൻ ഇങ്ങനെ പറഞ്ഞു. ഹം തീനും, നമ്മൾ 3 പേർക്കും ഈ കാര്യത്തിൽ അഭിമാനിക്കാം. ഇസ് ബാത്ത് പർ ഗർവ് കർ സക്തേ ഹേ കി ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹേ. നമ്മൾ അറിവ് നേടി എന്ന കാര്യത്തിൽ നമുക്ക് 3 പേർക്കും അഭിമാനിക്കാം. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയും, രാജകുമാർ ദോ, संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയും, ലോകത്തിൽ കുറച്ചു പേർക്ക് മാത്രമാണ് ഇങ്ങനത്തെ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. രാജകുമാർ തീൻ, മൂന്നാമത്തെ രാജകുമാരൻ ഇങ്ങനെ പറയും, പർ ഹം സബ്കാ ഗ്യാൻ ബരാബർ നഹി ഹേ. പക്ഷേ നമ്മുടെ 3 പേരുടെയും അറിവ് ഒരുപോലെയല്ല. രാജ്കുമാർ ഏക്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, അവിടെ മറുപടി എന്ന രീതിയിൽ അവിടെ പറയാണ്, ക്യാ മത്ലബ് ഹേ തുമാരാ, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? രാജ്കുമാർ തീൻ, മൂന്നാമത്തെ രാജകുമാരൻ അതിന് മറുപടി പറയാണ്, മേരാ ഗ്യാൻ തും ദോനോം കെ ജ്ഞാൻ സെ അധിക് ഹേ. എൻ്റെ അറിവ് നിങ്ങൾ 2 പേരിൽ നിന്നും കൂടുതലാണ്. രാജകുമാർ ഏക്, ഒന്നാമത്തെ രാജകുമാർ അതിന് മറുപടി പറയാണ്, കൈസി മൂർഖത വാലി ബാത്തേം കർ രഹേ ഹോ, മേൻ തും ദോനോം സെ ബഡാ ഹും, മേരേ ഹി പാസ് സ്യാദാ ഗ്യാൻ ഹേ. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നിങ്ങളെക്കാളും വലുതാണ്, എൻ്റെ അടുത്താണ് കൂടുതൽ അറിവുള്ളത്. രാജകുമാർ ദോ, അപ്പോൾ രണ്ടാമത്തെ രാജകുമാരനാണ് അതിന് മറുപടി പറയുന്നത്, മേം തോ ഗുരുകുൽ ആനെ സെ പെഹലെ ഭി പഠിത്താ താ, മേരെ ഗ്യാൻ തും ദോനോ സെ സ്യാദാ ഹേ. മേം തോ ഗുരുകുൽ ആനെ സെ പെഹലെ ഭി പഠിത്താ താ. ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ടേ പഠിക്കുമായിരുന്നു, അതുകൊണ്ട് നിങ്ങളെക്കാളും കൂടുതൽ അറിവ് എനിക്കാണ്. മേരാ ഗ്യാൻ തും ദോനോ സെ സ്യാദാ ഹേ. എനിക്ക് നിങ്ങളെക്കാളും കൂടുതൽ അറിവുണ്ടെന്ന് ആ രണ്ടാമത്തെ രാജകുമാരൻ അവിടെ പറയാണ്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, രാജകുമാർ ഏക്, മേരെ പിതാ ബഹുത് ബഡേ ജ്ഞാനി ഹേ, ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ മേ തും ദോനോം സെ സ്യാദാ വിദ്വാൻ ഹും. രാജകുമാർ 1, ഒന്നാമത്തെ രാജകുമാർ, മേരെ പിത, അതായത് എൻ്റെ അച്ഛൻ, ബഹുത്ത് ബഡേ ജ്ഞാനി ഹെ, എൻ്റെ അച്ഛൻ വളരെ വലിയ ജ്ഞാനിയാണ്, അറിവുള്ളവനാണ്. ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ മേ തും ദോനോ സെ സ്യാദാ വിദ്വാൻ ഹും. അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ട് ഞാൻ നിങ്ങൾ 2 പേരെക്കാളും കൂടുതൽ വിദ്വാനാണ്, അറിവുള്ളവനാണ്. രാജകുമാർ ദോ, രണ്ടാമത്തെ രാജകുമാരൻ, പിതാസെ ക്യാ ഹോത്താ ഹേ, മേരി തോ മാതാജി ദേശ് കി മാനി ഹുയി വിദൂഷി ഹേ, मैं उनके पेड़ में 9 महीने रहा हूँ, तुम दोनों मेरी मुकाबला नहीं कर सकते.
രണ്ടാമത്തെ രാജകുമാരൻ പറയാണ്, പിതാസെ ക്യാ ഹോത്താ ഹെ, അച്ഛൻ അതുകൊണ്ട് എന്താ കാര്യം? മേരി തോ മാതാജി ദേശ് കി മാനി ഹുയി വിദൂഷി ഹെ, എൻ്റെ അമ്മ ഞങ്ങളുടെ ദേശത്ത് അറിയപ്പെടുന്ന വിദൂഷിയാണ്, പണ്ഡിതയാണ്. മേം ഉൻകെ പേട് മേ 9 മഹീനെ രഹാഹു, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ 9 മാസം ഉണ്ടായിരുന്നു. തും ദോനോ മേരി മുക്കാബില നഹി കർ സക്തെ, നിങ്ങൾ രണ്ടുപേർക്കും എന്നെ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല, എന്നെ വെല്ലുവിളിക്കാൻ പറ്റില്ല. രാജകുമാർ 3, മൂന്നാമത്തെ രാജകുമാരൻ പറയാണ്, മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹെ, തും ദോനോ മേരെ ആകെ മൂർഖു ഹോ, എൻ്റെ വീട്ടിൽ എൻ്റെ സേവകന്മാർ കൂടി മഹാപണ്ഡിതന്മാരാണ്, വളരെ പണ്ഡിതന്മാരാണ്. തും ദോനോ മേരെ ആകെ മൂർഖു ഹോ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുമ്പിൽ വിഡ്ഢികളാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, നമുക്ക് അറിവ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്, എന്തിലൂടെയാണ് നമുക്ക് അറിവ് കിട്ടുന്നത്, അതാണ് ആ ചോദ്യം. ഇനി അതിൻ്റെ ഉത്തരം നോക്കാം. അപ്പനെ അനുഭവം സെ, നമുക്ക് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന്. രണ്ടാമത്തത് ദൂസരോं से വിചാർ വിനിമയ करने से, മറ്റുള്ളവരായിട്ട് സംഭാഷണം ചർച്ചയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. പ്രകൃതി സെ, പ്രകൃതിയിൽ നിന്ന്. നാലാമത്തെ പുസ്തകോം സെ, പുസ്തകങ്ങളിൽ നിന്ന്, ബുക്കിൽ നിന്ന്. അഞ്ചാമത്തെ ഗുരുജനോം സെ, ഗുരുക്കന്മാരിൽ നിന്ന്. ഇവരിൽ നിന്നൊക്കെയാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. രാജകുമാർ 1, യഹി ബാത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായേ, ഇങ്ങനെയാ കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യ്, പരീക്ഷണം നടത്താം. രാജകുമാർ 3, യഹി ബാത് ഹേ തോ തും അപ്പനെ ജ്ഞാൻ കാ പരിചയ ദോ, ഇങ്ങനെയാ കാര്യം എന്ന് വെച്ചാൽ ആദ്യം നീ നിൻ്റെ അറിവിൻ്റെ പരിചയം നൽക്. രാജകുമാർ 2, അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയാണ്, ജ്ഞാൻ കാ പരിചയ ജ്ഞാനിക്കോ ദിയാ ജാത്താ ഹെ, മൂർഖോങ്കോ നഹി, അറിവിൻ്റെ പരിചയം അറിവുള്ളവർക്കാണ് നൽകേണ്ടത്, അല്ലാതെ മന്ദബുദ്ധികൾക്കല്ല, വിഡ്ഢികൾക്കല്ല. രാജകുമാർ 3, തും മേരാ അപമാൻ കർ രഹേ ഹോ, നീ എന്നെ അപമാനിക്കുകയാണ്. അപ്പോൾ രാജകുമാർ 1 പറയാണ്, അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ, നഹീ തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ, നീ നിൻ്റെ അറിവിൻ്റെ പരിചയം ഇവിടെ നടത്തണം, അല്ല വെച്ചാൽ ഞാൻ നിന്നെ ശിക്ഷിക്കും. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രാജകുമാർ 2 ഇധർ ഉധർ ദേഖ്താ ഹെ, ഉസെ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിഖായി ദേത്തി ഹെ. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ രാജകുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഉസേ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിഖായി ദേത്തി ഹെ, ആ രാജകുമാരന് ഒരു ജാൻവറിൻ്റെ എല്ലുകൾ കാണും, താഴെ ഇങ്ങനെ കിടക്കുന്നത് കാണും. രാജകുമാർ 2, യേ ഹഡ്ഡിയാം ദേഖ് രഹേ ഹോ, ഈ അസ്ഥികൾ കാണുന്നില്ലേ? രാജകുമാർ 1, ഹാം, ആ ഉണ്ട്. രാജകുമാർ 2, രണ്ടാമത്തെ രാജകുമാരൻ പറയാണ്, മേം അപ്നെ ജ്ഞാൻ സെ ബത്താ സക്താ ഹൂം കി യേ ഹഡ്ഡിയാം ഷേർ കി ഹെ, ഞാൻ എൻ്റെ അറിവിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും, ഇത് സിംഹത്തിൻ്റെ അസ്ഥിയാണ്. മൂന്നാമത്തെ രാജകുമാരൻ പറയാണ്, യത്തോ മാമൂലി ബാത്, ഇത് വെറും സാധാരണ കാര്യമാണ്. മേം തോ അപ്നെ ജ്ഞാൻ സെ ഇൻ ഹഡ്ഡിയോം പർ മാംസ്, ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഈ എല്ലുകളിലെ മാംസം, ഉന്മേ രക്ത്, അതിൽ രക്തം, ഓർ ഉൻകെ ഊപ്പർ ഗാൽമണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ സ്കിന്ന് കൊണ്ട് പൊതിയും. ഗാൽമണ്ട് സക്താഹും, ഞാൻ ഗാൽമണ്ട് വെച്ചിട്ട്, അതായത് സ്കിന്ന് വെച്ചിട്ട് പൊതിയാൻ സാധിക്കും എനിക്ക്. ലോ മേ മന്ത്ര പഠിത്താഹും, ഞാൻ മന്ത്രം പഠിക്കാൻ പോവുകയാണ്. മൂർക്ക് വിഡ്ഢി, ഹഡ്ഡിയാം എല്ലുകൾ, മാംസ് മാംസം, രക്ത് രക്തം, ഗാൽമണ്ട് തൊലി കൊണ്ട് പൊതിയുക. हर राजकुमार अपने को बड़ा ज्ञानी मानता है, असल में बड़ा ज्ञानी कौन है? ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. എല്ലാ രാജകുമാരന്മാരും അവരവരെ അവർ വലിയ ജ്ഞാനിയായിട്ടാണ് കണക്കാക്കുന്നത്. ശരിക്കും ഇതിൽ ആരാണ് വലിയ അറിവുള്ളവൻ? ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. ഉത്തരം, സത്യജ്ഞാനിക്ക് മൻമേ അഹങ്കാർ നെഹിം ഹോത്ത, സത്യസന്ധനായ ഒരു അറിവുള്ള ആളുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവുകയില്ല. വഹ് ഹമേശ ജ്ഞാൻ പാനെ കി കോശിഷ് കർത്താ രഹ്താ ഹെ, അദ്ദേഹം എപ്പോഴും അറിവ് നേടാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. വഹ് അപ്നെ ജ്ഞാനുക്കോ സദാ അപൂർണ്ണ സമझता है, അവൻ എപ്പോഴും അവൻ്റെ അറിവ് പൂർണ്ണമായിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.